ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഹോളിഡേക്ക് ശേഷം ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ആണ്. ഇന്നലെ വളരെ കുറവ് മാർക്കറ്റുകൾ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഇന്ന് ഓപ്പൺ ചെയ്യും. ട്രെൻഡുകൾ സൂചിപ്പിക്കുന്ന ഒരു വൊളാറ്റൈൽ ട്രെൻഡാണ്. കാരണം പല ന്യൂസ് ഫ്ലോസും വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ആണ്. പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകൾ, അതുപോലെ തന്നെ ജപ്പാനിലത്തെ എർത്ത് കേക്ക് ന്യൂസുകൾ, ഈ ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. നമ്മൾ കമോഡിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,076 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $78.44 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം അടുത്ത ദിവസങ്ങളിലൊക്കെ. ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന മിക്സഡ് ന്യൂസ് ഫ്ലോസ് ആണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സംബന്ധിച്ച ന്യൂസ് ഫ്ലോസ് മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ന്യൂസുകളാണ്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ളൊരു വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുള്ളൊരു ന്യൂസ് തന്നെയായിരുന്നു ജപ്പാനിലത്തെ 7.6 രേഖപ്പെടുത്തി റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയുള്ള എർത്ത് കേക്ക്. ജപ്പാനിലെ വലിയ നാശനഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ വേഴ്സ്റ്റ് സീംസ് ഓവർ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ചൈനീസ് മാർക്കറ്റിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കാര്യമായിട്ടുള്ള ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇനി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവാം. ഇനി നമ്മൾ കാണാത്ത തരത്തിലുള്ള പല ന്യൂസ് ഫ്ലോസൊക്കെ വന്നേക്കാം. മാർക്കറ്റിന് അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേയേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പല അഗ്രഷൻസ് വന്നേക്കാം. അതിനനുസരിച്ച് സ്റ്റോക്കുകളൊക്കെ റിയാക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ വളരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റിയിലിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള സ്റ്റോക്കുകളിലൊക്കെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് എവറി റൈസിൽ നന്നായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം വൊളാറ്റിലിറ്റി വരുമ്പോൾ ഒരു പക്ഷേ മാർക്കറ്റിൽ നമുക്ക് ഹയർ ലെവലിൽ വിറ്റിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ റീ എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ SJVN PSU രംഗത്തുള്ള ഹൈഡ്രോ അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കാണ്. അവർക്ക് 4 ജോയിൻറ്റ് വെഞ്ചറിനുള്ള അനുമതി കൂടി ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ GR ഇൻഫ്രാ പ്രൊജക്റ്റിനൊരു പവർ ട്രാൻസ്മിഷൻ്റെ ഓർഡർ കിട്ടുകയാണ്. ഒപ്പം പവർ ഗ്രിഡിന് ഒരു പവർ ട്രാൻസ്മിഷൻ്റെ പുതിയൊരു ഓർഡർ കിട്ടുകയാണ്. ബാങ്കുകളുടെ പെർഫോമൻസ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നത് ധനലക്ഷ്മി ബാങ്കിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. ഓട്ടോമൊബൈൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റിങ് ഡാറ്റയുണ്ട് പല കമ്പനികളിൽ. ഇപ്പോൾ മാരുതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്മോൾ കാറുകളുടെ സെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി ലെവൽ വാഗനാർ തൊട്ടുള്ള ഒരു എൻട്രി ലെവലാണ് ഇപ്പോൾ മാരുതിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുകളിൽ SUVകളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഷിഫ്റ്റിംഗ് നമ്മൾക്ക് എല്ലാ ഓട്ടോമൊബൈൽ കമ്പനികളിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ടൂ വീലർ കമ്പനികളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സും ബജാജ് ഓട്ടോ ആണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. മറ്റോ എല്ലാ കമ്പനികളും ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ ഏഷ്യർ ലിമിറ്റഡിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് വളരെ ബെറ്ററാണ്. ഒപ്പം ടാറ്റ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് അശോക് ലേലൻ്റെ ഒക്കെ ബെറ്റർ തന്നെയാണ്. ഒരു മിക്സഡ് ട്രെൻഡാണ് ഓട്ടോമൊബൈൽ. അത് ജനറലി ഇയർ എൻഡ് ആണ്. അപ്പോൾ മോഡൽ ചേഞ്ചിനനുസരിച്ച് ഡിസംബർ മാസത്തിൽ പൊതുവെ കസ്റ്റമേഴ്സ് വണ്ടി വാങ്ങാറില്ല. ജനുവരി മുതലാണ് വാങ്ങാറ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്.
അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് അവരുടെ ബോണ്ട് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു വോട്ടിങ്ങിന് ഇട്ടിരുന്നു. ബോണ്ട് ഹോൾഡേഴ്സിന് ഇടയിൽ അതിൻ്റെ ഫൈനൽ വോട്ടിങ്ങിൻ്റെ ഇന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് റീസ്ട്രക്ചറിങ് പാസ്സാവുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ വേദാന്ത വലിയ തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ജനുവരി 4 ഈ ബോണ്ട് ഹോൾഡേഴ്സായുള്ള മീറ്റിങ്ങിന് ശേഷമാണ് നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുള്ളൂ. വോഡാഫോൺ ഐഡിയ പലതരത്തിലുള്ള റൂമേഴ്സ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് 33% സ്റ്റേക്ക് എലോൺ മസ്കിന് കൊടുക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വൊളാറ്റിലിറ്റി ഒരു പക്ഷേ ഈ വോഡാഫോൺ ഐഡിയ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ലോസൊക്കെ ഇന്ന് മിക്സഡ് ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഹയർ ലെവലിൽ കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കാൻ ഉള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.